ശിവനും വിഷ്ണുവും ബദരിനാഥിൽ. ബദരിനാഥ് ക്ഷേത്ര കഥകൾ പറയാൻ ഒരുപാടുണ്ട്. ആദ്യം ബദരിനാഥിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഇവിടെയാണ് ശിവനും പാർവതിയും താമസിച്ചിരുന്നത്. ഹിമാലയത്തിൽ ഏകദേശം 10,000 അടി ഉയരത്തിലുള്ള മനോഹരമായ സ്ഥലമാണിത്. ഒരു ദിവസം നാരദൻ വിഷ്ണുവിനെ സമീപിച്ച് പറഞ്ഞു, നിങ്ങൾ മനുഷ്യർക്ക് ഒരു മോശം ഉദാഹരണമാണ്. നാരദരുടെ സ്വഭാവം ഭഗവാൻ ശരിക്കും നിശ്ചയം ഉള്ളത് കാരണം. നാരായണൻ അപ്പോൾ തന്നെ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നു മനസ്സിലാക്കുന്നു. ഒന്നും അറിയാത്ത പോലെ വീണ്ടും നാരദരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നു. നാരദൻ പറഞ്ഞു, എല്ലായ്പ്പോഴും നിങ്ങൾ ആദിശേഷനിൽ കിടക്കുകയാണ്. നിങ്ങളുടെ ഭാര്യ ലക്ഷ്മി നിങ്ങളെ സേവിച്ച് വഷളാക്കുന്നു. ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് നിങ്ങൾ ഒരു നല്ല മാതൃകയല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ മാത്രമാണ് കാണുന്നത്. അവരുടെ സ്നേഹവും പരിലാളനവും മാത്രമാണ് അറിയുന്നത്. ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് നിങ്ങൾ ഒരു നല്ല മാതൃകയല്ല. സൃഷ്ടിയിലെ മറ്റെല്ലാ ജീവികൾക്കും വേണ്ടി നിങ്ങൾ അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഭാര്യയോടൊപ്പം വെറുതെ ഇരുന്നു സമയം കളഞ്ഞാൽ ഭൂമിയിലെ ഭക്തജനങ്ങൾക്ക് എന്താണ് ഗുണം? വീണ്ടും നാരദർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വയം ഉന്നമനത്തിനായും വിഷ്ണു തന്റെ സാധനയ്ക്ക് അനുയോജ്യമായ സ്ഥലം തേടി ഹിമാലയത്തിലേക്ക് പോയി. അദ്ദേഹം ബദരിനാഥ് കണ്ടെത്തി. ഭഗവാന്റെ ആഗ്രഹം പോലെ ശാന്തമായ സ്വച്ഛസുന്ദരമായ സ്ഥലം. താൻ ആഗ്രഹിച്ചതുപോലെ എല്ലാമുള്ള ഒരു മനോഹരമായ ഇടം ലഭിച്ചതിൽ അതീവ സന്തോഷത്തോടെ സാധനക്കുള്ള അനുയോജ്യമായ സ്ഥലം. അവിടെ ഒരു വീട് കണ്ടെത്തി അദ്ദേഹം അതിനുള്ളിൽ കയറി. എന്നാൽ ഇത് ശിവന്റെ വാസസ്ഥലമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ മനുഷ്യൻ അപകടകാരിയാണ്. അദ്ദേഹം ദേഷ്യപ്പെട്ടാൽ നിങ്ങളുടെ കഴുത്ത് മാത്രമല്ല, സ്വന്തം കഴുത്ത് പോലും മുറിക്കാൻ മടിക്കാത്ത ആളാണ്. മഹാദേവന്റെ കോപം അറിയാത്തവർ ആരുണ്ടീ ഭൂമിയിൽ? ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയും ആയ മഹാദേവന്റെ വാസസ്ഥലമാണിത്. എങ്കിലും നാരായണൻ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ മനസ്സുവന്നില്ല. അതിനാൽ വിഷ്ണു തന്നെത്തന്നെ ഒരു കൊച്ചുകുട്ടിയായി മാറ്റി മഹാദേവന്റെ വരവും കാത്ത് വീടിൻ മുന്നിൽ ഇരുന്നു. നടക്കാൻ പോയിരുന്ന ശിവനും പാർവതിയും വീട്ടിലേക്ക് മടങ്ങി വന്നു. അവർ തിരിച്ചെത്തിയപ്പോൾ വീടിന്റെ പ്രവേശനകവാടത്തിൽ ഒരു കൊച്ചുകുട്ടി കരയുന്നുണ്ടായിരുന്നു. ഹൃദയം തകർന്ന് കരയുന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ പാർവതിയുടെ മാതൃവാത്സല്യം ഉണർന്നു. അവർ കുട്ടിയെ എടുക്കാൻ ആഗ്രഹിച്ചു. ശിവൻ അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ കുട്ടിയെ തൊടരുത്. പാർവതി മറുപടി നൽകി, എത്ര ക്രൂരമാണിത്! അങ്ങനെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പെൺബുദ്ധി പിൻബുദ്ധി ഇതറിയാവുന്ന ശിവൻ പറഞ്ഞു, ഇതൊരു നല്ല കുട്ടിയല്ല. ഈ കുട്ടി നമുക്ക് നാശം വരുത്തും. സർവ്വലോകങ്ങൾക്കും അധിപനായ സാക്ഷാൽ സംഹാരമൂർത്തിക്ക് തന്റെ മുന്നിൽ നടക്കുന്ന നാടകം മനക്കണ്ണിൽ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ പാർവതി ദേവിയോട് പറയാനുള്ള സാഹചര്യവും ലഭിച്ചില്ല. ശിവൻ പറഞ്ഞു, ഇതൊരു നല്ല കുട്ടിയല്ല. എന്തിനാണ് ഇവൻ തനിയെ നമ്മുടെ വാതിൽക്കൽ എത്തിയത്? ചുറ്റും ആരുമില്ല. മഞ്ഞിൽ മാതാപിതാക്കളുടെ കാൽപ്പാടുകളും ഇല്ല. ഇതൊരു സാധാരണ കുട്ടിയല്ല. എന്നാൽ പാർവതി പറഞ്ഞു, വേണ്ട, എന്നിലെ അമ്മയ്ക്ക് ഈ കുട്ടിയെ ഇങ്ങനെ വിടാൻ കഴിയില്ല. അവർ മഹാദേവന്റെ വാക്കുകളെ സ്നേഹപൂർവ്വം നിരസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പാർവതി പറഞ്ഞു, വേണ്ട, എന്നിലെ അമ്മയ്ക്ക് ഈ കുട്ടിയെ ഇങ്ങനെ വിടാൻ കഴിയില്ല. അവർ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുട്ടി വളരെ സന്തോഷത്തോടെ അവരുടെ മടിയിൽ ഇരുന്ന് ശിവനെ നോക്കി ചിരിച്ചു. ഇതിന്റെ പരിണിതഫലം ശിവനറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ശരി, എന്താകുമെന്ന് നോക്കാം. വരാൻ പോകുന്നത് വഴിയിൽ തങ്ങില്ല എന്നു പറയുന്നത് പോലെ വരുന്നത് ദേവിയോടൊപ്പം ഒരുമിച്ചു സ്വീകരിക്കാൻ മഹാദേവൻ ഉറപ്പിച്ചു. പാർവതി കുട്ടിയെ തലോടി ഭക്ഷണവും നൽകി വീട്ടിൽ വിട്ടിട്ട് സമീപത്തെ ചൂടുള്ള നീരുറവയിൽ കുളിക്കാൻ ശിവനോടൊപ്പം പോയി. അവർ തിരിച്ചെത്തിയപ്പോൾ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നത് കണ്ടു. പാർവതി ഞെട്ടിപ്പോയി. കാര്യം മനസ്സിലാക്കിയ മഹാദേവൻ പാർവതിയെ വെറുതെ നോക്കി. പാർവതി ചോദിച്ചു, ആരാണ് വാതിൽ അടച്ചത്? ശിവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ കുട്ടിയെ എടുക്കരുതെന്ന്. നീ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ വാതിൽ പൂട്ടിയിരിക്കുന്നു. പാർവതി ശിവനോട് ചോദിച്ചു, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശിവൻ 2 മാർഗങ്ങളുണ്ടായിരുന്നു. ഒന്ന്, തന്റെ മുന്നിലുള്ളതെല്ലാം കത്തിച്ചുകളയുക. സംഹാരം അതാണ് മാർഗം. മറ്റൊന്ന്, വേറൊരു വഴി കണ്ടെത്തി അവിടെ നിന്നും പോകുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാം. കാരണം അത് നിന്റെ പ്രിയപ്പെട്ട കുട്ടിയായതുകൊണ്ട് എനിക്കിതിനെ തൊടാൻ കഴിയില്ല.
നിനക്ക് പ്രിയപ്പെട്ടത് എന്തായാലും എനിക്കും പ്രിയപ്പെട്ടതാണ്. അതിനാൽ അവനെ സംഹരിച്ചു വീണ്ടും നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ശരിയല്ല. മഹാദേവന്റെ വാക്കുകൾ കേട്ട് പാർവതി ദേവി ലജ്ജയാൽ തലതാഴ്ത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നനുസരിക്കാതിരുന്നതിനു ദേവി ക്ഷമ യാചിച്ചു. എന്നിട്ടു ചോദിച്ചു, എല്ലാം അറിയുന്ന അങ്ങ് എന്തേ എനിക്കൊരു സൂചന പോലും തരാതെ എന്റെ ഇഷ്ടം അനുസരിച്ചു പെരുമാറിയത്? അതല്ലേ നമുക്ക് ഇപ്പോൾ ഈ മോശം സമയം വരാൻ കാരണം? ദേവിയുടെ വാക്കുകൾ ശ്രദ്ധപൂർവം കേട്ട മഹാദേവൻ മറുപടി നൽകിയത് വീടിനുള്ളിൽ ഒളിച്ചിരുന്ന് മഹാവിഷ്ണുവും കേൾക്കാൻ ഇടയായി. സർവ്വസംരക്ഷണത്തിന്റെ ദൈവം, സർവ്വതിന്റെയും അധിപനായ ദൈവം, സർവൈശ്വര്യത്തിന്റെ അധിപതി, പരമമോക്ഷത്തിന്റെ ദൈവം, ആപത്തുകളിൽ രക്ഷകനായ ദൈവം, ആരോഗ്യത്തിന്റെ ദൈവം, ആദിനാരായണൻ അഥവാ മഹാവിഷ്ണു, വിരാടരൂപൻ, ത്രിവിക്രമൻ, ഹരി, അനന്തപത്മനാഭൻ, ഈശ്വരൻ, ഭഗവാൻ, പരമാത്മാവ്, പരബ്രഹ്മം, പരാവാസുദേവൻ, സുരേഷൻ, ഈശ്വരന്മാരുടെ ഈശ്വരൻ, മോക്ഷദായകൻ, സാക്ഷാൽ വിഷ്ണുദേവനാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടം അദ്ദേഹത്തിന്റെ അധീനതയിൽ വേണമെന്ന് നിമിത്തം പറയുന്നു. എന്നിട്ട് മഹാദേവൻ നാരായണന്റെ മടി മാറാൻ നാരദർ നടത്തിയ നാടകം പാർവതി ദേവിക്ക് വിവരിച്ചു കൊടുക്കുന്നു. സർവ്വജനങ്ങൾക്കും രക്ഷയേകാൻ ഭൂമിയിൽ ഭഗവാൻ വസിക്കേണ്ട യഥാർത്ഥ സ്ഥലമായി ഈ സ്ഥലം മാറണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതിനാലാണ് ഭഗവാൻ ഈയൊരു മായകാട്ടി നമ്മെ ഇവിടുന്നു പറഞ്ഞുവിടാൻ ശ്രമിച്ചത്. എല്ലാം കേട്ട് നാരായണൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് യഥാർത്ഥ രൂപത്തിൽ പാർവതി ദേവിക്ക് ദർശനം നൽകുന്നു. ഇങ്ങനെയാണ് ശിവൻ തന്റെ സ്വന്തം വീട് നഷ്ടപ്പെട്ടതും ശിവനും പാർവതിയും അനധികൃത താമസക്കാരായതും അവർ താമസിക്കാൻ ഒരു ഉത്തമമായ സ്ഥലം തേടി നടന്ന് ഒടുവിൽ കേദാർനാഥിൽ സ്ഥിരതാമസമാക്കിയതും. ഈ കഥകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അത് അറിയില്ലായിരുന്നോ എന്നുള്ള ചോദ്യം വരുന്നു. പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം, എന്നിട്ടും അവ സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു എന്നതുപോലെയാണ് വരാനുള്ളത് നല്ലത് ആയാലും ചീത്ത ആയാലും വരുന്നത് തടയാൻ നാരായണനും സാധിക്കില്ല എന്ന് പറയുന്നത്. നന്ദി. സ്നേഹം.